ഹരേ കൃഷ്ണ. ബ്രഹ്മാവും വിഷ്ണുവും ശിവനും കൂടെ ഒരൊറ്റ വിഗ്രഹത്തിൽ സമന്വയിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. തമിഴ്നാട്ടിലുള്ള കന്യാകുമാരി ജില്ലയിലെ ശുചീന്ദ്രം ക്ഷേത്രമാണ് ആ ക്ഷേത്രം. എങ്ങനെയാണ് ഈ ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും കൂടെ ഒരൊറ്റ വിഗ്രഹത്തിൽ വന്നത് എന്നല്ലേ? ആ കഥ ഒന്ന് ചെറുതായിട്ടൊന്ന് കേൾക്കാം. പതിവ്രതയായിരുന്ന അനസൂയാദേവി തൻ്റെ ഭർത്താവ് അത്രി മഹർഷിയുമായിട്ട് താമസിച്ചിരുന്ന സ്ഥലമാണ് ഇന്നത്തെ ശുചീന്ദ്രം ക്ഷേത്രം. അപ്പോൾ ഈ അനസൂയാദേവിയുടെ പതിവ്രത ഭക്തിയെക്കുറിച്ച് നാരദ മഹർഷി പറഞ്ഞു കേട്ടിട്ട് ലക്ഷ്മിയും സരസ്വതിയും പാർവതിയും ഒക്കെ കേട്ടറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഒരു സാധാരണ സ്ത്രീയായ ഈ അനസൂയാദേവിയുടെ പാതിവൃത്യ ശക്തിയെക്കുറിച്ചൊക്കെ കേട്ടപ്പോൾ ഒരു ചെറിയ അസൂയ തോന്നി. അവർക്ക് 3 പേർക്കും ഇവരുടെ ഈ ശക്തി ഒന്ന് പരീക്ഷിച്ചാൽ കൊള്ളാം എന്നൊരു മോഹം തോന്നി. അങ്ങനെ അവർ 3 പേരും ചേർന്ന് തങ്ങളുടെ ഭർത്താക്കന്മാരായ പരമേശ്വരനെയും ബ്രഹ്മാവിനെയും മഹാവിഷ്ണുവിനെയും കൂടെ ഈ അനസൂയാദേവിയുടെ സമീപത്തേക്ക് പറഞ്ഞയച്ചു. അത്രി മഹർഷി പുറത്തു പോയ സമയത്താണ് ഈ 3 പേരും സന്യാസിമാരുടെ വേഷത്തിൽ അനസൂയാദേവിയുടെ അടുത്ത് ചെന്നു. അവിടെ ചെന്ന് 3 പേരും കൂടെ ഭിക്ഷ ചോദിച്ചു. അനസൂയാദേവിക്ക് ഈ 3 പേരുടെയും തേജസ്സൊക്കെ കണ്ടപ്പോൾ വളരെയധികം ഇഷ്ടമായി. അവരകത്ത് ചെന്ന് ഇവർക്ക് കൊടുക്കാനുള്ള ആഹാരം എടുത്തു കൊണ്ടുവന്നു. ആഹാരം കൊണ്ടുവരുന്ന കണ്ടപ്പോൾ ഇവർ 3 പേരും കൂടെ ഒരുമിച്ച് പറഞ്ഞു, അല്ല, ഞങ്ങൾക്കൊരു ആചാരമുണ്ട്. ആ ആചാരപ്രകാരം പരിപൂർണ നഗ്നയായിട്ട് വന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ഭിക്ഷ സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അനസൂയാദേവി പെട്ടെന്നൊന്ന് പരിഭ്രമിച്ചു. ഈ 3 സന്യാസിമാരുടെ മുമ്പിൽ എങ്ങനെയാ ഈ വിവസ്ത്രയായിട്ട് ഇങ്ങനെ നിൽക്കുക എന്നിങ്ങനെ ആലോചിച്ചു. അങ്ങനെ അവർ തൻ്റെ ഭർത്താവിനെക്കുറിച്ച് മനസ്സിൽ ആലോചിച്ചു. തൻ്റെ പാതിവൃത്യ ഭക്തിയിൽ പരിപൂർണമായി വിശ്വസിച്ച് അവർ പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ മനക്കണ്ണിൽ തെളിഞ്ഞു വന്നു, ഈ വന്നിരിക്കുന്നത് സാധാരണക്കാരല്ല, ബ്രഹ്മാവും വിഷ്ണുവും പരമേശ്വരനും കൂടിയിട്ടാണ് എന്ന്. അവരുടനെ അകത്ത് ചെന്ന് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തു കൊണ്ടുവന്ന് ഈ 3 പേരുടെയും നേരെ നിന്നുകൊണ്ട് മനസ്സിൽ തൻ്റെ ഭർത്താവിനെ സ്മരിച്ചുകൊണ്ടും തൻ്റെ പാതിവൃത്യ ഭക്തിയിൽ വിശ്വസിച്ചുകൊണ്ടും അവരുടെ 3 പേരുടെയും ശരീരത്തിൽ ഈ ജലം തളിച്ചു. ആ ജലം തളിച്ചതോടുകൂടി ഈ 3 പേരും ശിശുക്കളായിട്ട്, കൈകാലിട്ടടിച്ച് വാവിട്ട് കരയുന്ന കുഞ്ഞു ശിശുക്കളായിട്ട് മാറി. അവർ 3 പേരും നിലത്തിപ്പോൾ കുഞ്ഞു കുട്ടികളായിട്ട് കിടക്കുക. അനസൂയാദേവി അവരെ വാരിയെടുത്ത് പരിപൂർണ നഗ്നയായിക്കൊണ്ട് തന്നെ അവർക്ക് തൻ്റെ മുലപ്പാൽ കൊടുത്ത് ഊട്ടി വളർത്തി. അത്രി മഹർഷി പുറത്ത് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സമയത്ത് ലക്ഷ്മിയും സരസ്വതിയും പാർവതിയുമായിട്ട് തങ്ങളുടെ ഭർത്താക്കന്മാർ പോയിട്ട് കുറേ നേരമായില്ലോ, എന്താ കാണാത്തത് എന്ന് അന്വേഷിച്ച് ആകെ പരിഭ്രമിച്ചിട്ട് അനസൂയാദേവിയുടെ അടുത്ത് വന്നു. അവിടെ വന്നപ്പോൾ അവരാകെ അങ്ങോട്ട് പരിഭ്രമിച്ചു പോയി. തങ്ങളുടെ 3 ഭർത്താക്കന്മാരും കുഞ്ഞു ശിശുക്കളായിട്ട് അനസൂയാദേവിയുടെ വീട്ടിൽ കിടക്കുക, കൈകാലിട്ടടിച്ച് കരഞ്ഞും കളിച്ചും നടക്കുക. അനസൂയാദേവിയാണെങ്കിൽ ഒരാളെ ഒക്കത്തും ഒരാളെ കയ്യിലും ഒരാളെ മടിയിലൊക്കെ വെച്ച് പാലൂട്ടി താരാട്ടിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് മനസ്സിലായി അനസൂയാദേവിയുടെ പാതിവൃത്യത്തിൻ്റെ ശക്തിയെക്കുറിച്ച്. അവർ 3 പേരും അനസൂയാദേവിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് തങ്ങളുടെ ഭർത്താക്കന്മാരെ പഴയ രൂപത്തിൽ തന്നെ തങ്ങൾക്ക് തിരിച്ചു തരണം എന്ന് അനസൂയാദേവിയോട് അപേക്ഷിച്ചു. ദേവി തൻ്റെ തപശക്തി കൊണ്ടും പാതിവൃത്യ ശക്തി കൊണ്ടും ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെ പഴയ പോലെയാക്കിക്കൊണ്ട് പാർവതിക്കും സരസ്വതിക്കും ലക്ഷ്മി ദേവിക്കും തിരികെ കൊടുത്തു. ഇത് കഴിഞ്ഞ് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ തങ്ങളുടെ യഥാർത്ഥ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് അനസൂയാദേവിയോട് എന്ത് വരാണ് വേണ്ടത് എന്ന് ചോദിച്ചു. എന്ത് വരം കൊടുക്കാനും അവർ തയ്യാറായിരുന്നു. അപ്പോൾ അനസൂയാദേവി പറഞ്ഞു, ഇവിടെ നിങ്ങളുടെ 3 പേരുടെയും സാന്നിധ്യം ഉണ്ടാവണമെന്നും നിങ്ങൾ 3 പേരും ഈ സ്ഥലത്ത് വസിക്കണം എന്നും അനസൂയാദേവി അവരോട് അപേക്ഷിച്ചു. അങ്ങനെയാണ് ശുചീന്ദ്രം ക്ഷേത്രത്തിൽ ത്രിമൂർത്തികളുടെ സാന്നിധ്യം ഉണ്ടായത്. ശുചീന്ദ്രത്തിലെ പ്രതിഷ്ഠയിൽ മുകൾ ഭാഗത്ത് ശിവനും നടുഭാഗത്ത് വിഷ്ണു ഭഗവാനും താഴ്ഭാഗത്ത് ബ്രഹ്മാവും പ്രതിനിധാനം ചെയ്യണു എന്നാണ് വിശ്വാസം. കഥ ഇഷ്ടമായോ? കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അപേക്ഷിക്കുന്നു.